ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ബ്രദറ് ദുബായിലോട്ട് പോവാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ്. അവൻ 2-ാം തീയതി പോയി. ഈ വീഡിയോ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോഴാണ് അത് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞിനെയും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ പോത്തീസിൽ പോയി. പോത്തീസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോത്തീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോവാണ്. പൊയ്യുണ്ട്, ആൻറ്റിയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളങ്ങനെ അവന് ഷർട്ട് നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൻ എക്സിക്യൂട്ടീവ് ഷർട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൊയ്യ സ്ഥിരം പരിപാടി തുടങ്ങി. എവിടെ പോയാൽ അടങ്ങിയിരിക്കാതെ കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഷർട്ടൊക്കെ ഇട്ട് നോക്കി അവന് പാകമാണോ എന്നൊക്കെ നോക്കുകയാണ്. ഇവിടെ എന്തോ ഡാമേജ് ഉണ്ട് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ അവൻ ആ ഷർട്ട് ഊരി അടുത്ത ഗ്രീൻ ഷർട്ട് ഇട്ടു. അപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. എപ്പോഴും അങ്ങനെയാണ് അവൻ, നമ്മളുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണിത് ഈ വീഡിയോ. അവന് സംസമ്മിൽ ബേസിൽ ജോസഫ് പറഞ്ഞില്ലേ, സംസമ്മിൽ ഷവായി ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പറയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി പാർസലാണ് പറഞ്ഞത്. പാർസൽ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു മജിസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിന് തൊട്ടടുത്ത് അവിടെ പാനിപൂരി കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പാനിപൂരിയും പൊയ്ക എന്തൊക്കെയോ കുടിച്ചു. അങ്ങനെ അച്ഛനും മോളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനും അങ്ങനെ സൈഡിലിരിപ്പുണ്ട്. അമ്മയും അവിടെ അമ്മയും മോനും കൂടെ എന്തോ പറയുകയാണ്. അങ്ങനെ മജസ്റ്റിക്കിൽ അവർക്കൊരു ബലൂൺ കൊടുത്ത്, 2 ബലൂൺ കൊടുത്ത് അത് വെച്ച് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വെച്ചിട്ട് കണ്ണൻ എന്തോ കമൻറ്റ് പറഞ്ഞ്. അപ്പം ഞാൻ അവനെ തിരിച്ചെന്തോ പറയുകയാണ്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി. അങ്ങനെ പിറ്റേ ദിവസം 2-ാം തീയതി ആണ് അവൻ ദുബായിലോട്ട് പോയത്. 2-ാം തീയതി ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എയർപോർട്ടിൽ അവന് 9:30 ഫ്ലൈറ്റ്. പൊയ്യെ എയർപോർട്ടൊക്കെ നോക്കുകയാണ്. പൊയ്യെ 2 വയസ്സ് വരെ ദുബായിൽ തന്നെയായിരുന്നു. അവിടെയാണ് ജനിച്ചത്. പക്ഷേ ഒന്നും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. അങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ട് എപ്പോഴും നമുക്കൊരു അഭിമാനമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ കുരുത്തക്കേട് തന്നെ. അങ്ങനെ ട്രിവാൻഡ്രത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അവൻ പോയത്. അവന് അങ്ങനെ കുറച്ച് സമയമുണ്ടല്ലോ, 6:30 ചെക്ക് ഇൻ ചെയ്യണം. ഞങ്ങളവിടെ നേരത്തെ എത്തിയിരുന്നു. ബ്ലോക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെ കൊണ്ടുവിടാൻ പോവാണ്. ഇതാണ് എൻ്റെ കൂട്ടം. ഭയങ്കര വിഷമത്തിലാണ്. എന്താ പറയുക, ഞങ്ങൾ വിഷമത്തിലാണ്. എൻ്റെ ഒരു സൈഡ് തളർന്നു പോകും അവൻ പോയാൽ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണവൻ. അവൻ പിന്നെ പോയി കഴിഞ്ഞാൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് അവൻ്റെ അടുത്താണ്. അവനത് പരിഹരിക്കും. അങ്ങനെ ഞങ്ങൾ അവൻ്റെ സാധനങ്ങളൊക്കെ ട്രോളിയിലാക്കി അങ്ങനെ പൊയ്ക്കാൻ മാമനും കൂടി അങ്ങനെ ഉരുട്ടിയിട്ട് പോവുകയാണ്. നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. എന്ത് ചെയ്യാനാണ്, നമുക്കൊരു ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവൻ അവിടെ പോയി. നന്നായിരിക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,